അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അയ്യപ്പനും ദേവിയും കൂടെ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അയ്യപ്പൻ്റെ കല്യാണം കഴിഞ്ഞു മാളികപ്പുറത്തമ്മയായിട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് എന്ത് പറ്റി? അല്ലല്ല, അതുകൊണ്ട് 7 നിലയിൽ പൊട്ടി. 7 നിലയിൽ തൃപ്പൂണിത്തുറയിൽ അദ്ദേഹം പൊട്ടി. അവർക്ക് കിട്ടിയൊരു സീറ്റാണ്. CPM ഒരിക്കലും തൃപ്പൂണിത്തുറ കിട്ടാത്തതാണ്, കോൺഗ്രസിൻ്റെ സീറ്റാണ്. കിട്ടിയ സീറ്റിനെ കൊണ്ട് അദ്ദേഹം തിരിച്ചങ്ങോട്ടേക്ക് കെ ബാബുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ജനങ്ങൾ അത്ര മണ്ടന്മാരൊന്നുമല്ല. നമ്മൾ വിശ്വസിക്കുന്ന മതത്തിൽ നമ്മൾ വിശ്വസിച്ചോട്ടെ. നമ്മൾ വേറെ ആരുടെയെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്താണ് മുസ്ലിം വനിതകൾ ഇങ്ങനെ ചെയ്യണമെന്നോ ക്രിസ്ത്യൻ വനിതകൾ ഇങ്ങനെ ചെയ്യണമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. നമ്മളുടെ കാര്യത്തിൽ മാത്രം കയറി ഇവരെന്തിന് തലയിടണം? നമ്മളെല്ലാവരുടെ അടിമകളാണോ? നമ്മൾ എന്തിനു ഇവർ ഭരിക്കണം? പ്രജിത, ഇന്നലെ ഞാൻ TV-യിൽ കണ്ടൊരു ന്യൂസാണ്. ദേവസ്വമാണ് കൊടുത്തിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള പൈസ ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തിരിക്കുന്നു. എങ്ങനെയാണ് ആദ്യം അവർ പറഞ്ഞത് സ്പോൺസർഷിപ്പിൽ നിന്ന് കിട്ടുന്നു. പാവം ധനലക്ഷ്മി ബാങ്കിനെ ഊറ്റിപ്പിടിഞ്ഞ് അവരാണ് ദേവസ്വത്തിൻ്റെ ബാങ്ക്. അതിൽ നിന്ന് കുറച്ച് കോടി രൂപ വലിച്ചു എന്നല്ലാണ്ട് വേറെ ഒരു പൈസയും ഇവർ എടുത്തിട്ടില്ല. അറ്റ് ദ സെയിം ടൈം മന്ത്രിമാരും പലരും, ഞാനിവിടെ പേര് പറയുന്നില്ല കാരണം അത് TV ചാനലിൽ പറഞ്ഞു, പേരുകൾ എല്ലാവരുടെയും പറഞ്ഞു, നല്ലോണം കളക്ഷന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പൈസയൊക്കെ ഇലക്ഷൻ ഫണ്ടിലേക്കാണ് വക മാറ്റിയിട്ടുള്ളതെന്നാണ് കേട്ടറിവാണ്. ഐ സ്റ്റാൻഡ് കറക്റ്റഡ് എന്ന് പ്രത്യേകം പറയുന്നു.